ശരി പറഞ്ഞു. ആരാണ് എവിടുന്നാണ്? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അമ്പലം. ആ പറഞ്ഞോ, എന്തായിരുന്നു? മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. സാറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രാഘം രാധാകൃഷ്ണൻ. അതാണോ ഉദ്ദേശിച്ചത്? സുഹൃത്താ? ഏത് സുഹൃത്ത്? ഏത് സുഹൃത്ത്? അല്ല അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. സുഹൃത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ഞാനിത് അങ്ങോട്ട്, ഇത് എന്റെ നമ്പർ ഉണ്ടല്ലോ, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. ആ കോടതിയുടെ തീരുമാനമാണ്, സൈബറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. വേണമെങ്കിൽ നിർത്തി പൊയ്ക്കോ കേട്ടോ. വാർത്തയിലാണ്, വീട്ടിൽ വന്നും അടിച്ച് പിരിക്കുന്നില്ലേ. എന്തോന്ന് സാർ, ഞാൻ അങ്ങനെയല്ല സാർ. വാർത്തയാ ഇപ്പൊ വരും. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ? അറിയാതെ വിളിച്ചു പോയതാണ്, വിട്ടുകളയെന്ന് പറഞ്ഞാൽ ഓക്കെ. ലേശം മെന്റൽ ഉണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. അതല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ നീ ഉറങ്ങത്തില്ല. രാഘവൻ സുഹൃത്താ. ധൈര്യം ധൈര്യം. അല്ല, ഞാന് വാർത്തയിൽ അങ്ങനെ പറഞ്ഞപ്പോ വെച്ച് പൊയ്ക്കോ. ജീവൻ കൊതി ഉണ്ടെങ്കിൽ വെച്ച് പൊയ്ക്കോ കേട്ടോ. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? ഇനി മേലാൽ ഈ തരത്തിലുള്ള ഒരു കോളും ആരെയും വിളിക്കരുത് കേട്ടോ. ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ നിന്റെ നമ്പർ നോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നീ വന്നു കഴിഞ്ഞാൽ നീ ജീവിക്കത്തില്ല, വേറെ സ്ഥലത്ത് ജീവിക്കും കേട്ടോ. ഇറങ്ങിയിരിക്കുകയാണോ പരിപാടിയായിട്ട്? ശരി ഓക്കെ. അവസാനമായി ഒരു ചോദ്യം കൂടി. സാറിന് വിരോധമില്ലെങ്കിൽ ഒന്ന് ചിരിച്ചാ തിരക്കേടില്ല. മതിയോ? പോരാ, ഞാൻ പ്രതീക്ഷിച്ച അത്ര നന്നായില്ല. വാർത്തകൾ അവസാനിക്കുന്നു. നിതീഷ് കുമാർ മിണ്ടാവിഷയം.